കേരളത്തിന്റെ അഭിമാന സ്തംഭമായ കേരള കലാമണ്ഡലം സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ ഉഴലുകയാണ്. കേരളീയ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമായാണ് കലാമണ്ഡലം അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വർഷങ്ങളായി സർക്കാർ നൽകി വന്നിരുന്ന ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന ധനസഹായം പൊടുന്നനെ നിർത്തലാക്കിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. അതുകൂടാതെ ഗവർണറും സർക്കാരും തമ്മിൽ നടന്ന ശീതയുദ്ധത്തിനിടയിൽ കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി. പ്രശസ്ത നർത്തകി മല്ലിക സാരാഭായി നിയമിക്കപ്പെട്ടതുൾപ്പെടെയുള്ള വിഷയങ്ങളും പ്രതിസന്ധിയെ രൂക്ഷമാക്കി. ചിലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി 130ഓളം വരുന്ന താൽക്കാലിക ജീവനക്കാരെ അടിയന്തരമായി പിരിച്ചുവിടുന്നതായി കാണിച്ച് രജിസ്ട്രാർ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സാംസ്കാരിക മന്ത്രിയുടെ ചില ഇടപെടലുകൾ താൽക്കാലിക ആശ്വാസം നൽകിയിട്ടുണ്ടെങ്കിലും പ്രശ്നങ്ങൾക്ക് സ്ഥായിയായൊരു പരിഹാരം ആയിട്ടില്ല. സാംസ്കാരിക കേരളത്തിന്റെ ആസ്ഥാന മന്ദിരമായ കേരള കലാമണ്ഡലം അതർഹിക്കുന്ന പ്രൗഢിയിൽ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം കേരള സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കട്ടെ. പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നതിനിടയിൽ കേരള കലാമണ്ഡലം 28 UGC പ്രൊഫസർമാരെ കൂടി നിയമിക്കാൻ നീക്കം നടത്തുന്നത് ദുരൂഹതയുണർത്തുന്നു. ശമ്പളം നൽകാൻ പോലും സാധിക്കാത്തത് കാരണം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചതിനിടെയാണ് ഈ നീക്കവും നടക്കുന്നത്. കലാമണ്ഡലം വെബ്സൈറ്റിൽ ഇതിനായി അപേക്ഷ സമർപ്പിച്ചവരുടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1 ലക്ഷത്തിനടുത്തും അതിൽ കൂടുതലും ശമ്പളം കൊടുക്കേണ്ട തസ്തികകളാണിവ. നിയമനം നടന്നാൽ ഒരു വർഷം 3 കോടിയോളം അധിക ചെലവ് കലാമണ്ഡലത്തിനുണ്ടാകും. സ്ഥിര നിയമനം നടത്തേണ്ടത് ആവശ്യമാണെങ്കിലും ഈ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ വേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രതിസന്ധി കാലത്ത് താൽക്കാലിക ജീവനക്കാരുമായി മുന്നോട്ടു പോകട്ടെ എന്ന് വെക്കുകയും പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നതിനനുസരിച്ച് സ്ഥിര ജീവനക്കാരെ നിയമിക്കുന്നതുമായിരിക്കും ഉചിതം. അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. അത് സ്ഥിരം ജീവനക്കാരുടെ കൂടി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങുന്ന സാഹചര്യം സൃഷ്ടിക്കും. കലാമണ്ഡലം നേരിടുന്ന പ്രതിസന്ധി വിഷയങ്ങളിൽ സമഗ്രമായ പഠനവും തുടർ പരിഹാരങ്ങളും അനിവാര്യമാണ് എന്നാണ് പൊതു അഭിപ്രായം. സ്ഥാപനത്തിന്റെ തനതു വരുമാനം കലാപരിപാടികൾ വഴിയാണ് ലഭിക്കുന്നത്. അത്തരത്തിൽ ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ പകുതി ജീവനക്കാർക്ക് വീതിക്കുന്നതാണ് പതിവ്. ശമ്പളം കുറവായിരുന്ന 3 പതിറ്റാണ്ട് മുൻപത്തെ സമ്പ്രദായമാണിത്. അനധികൃത നിയമനങ്ങളും ഇഷ്ടക്കാരെ തിരികെ കയറ്റലും അടിയന്തരമായി നിർത്തലാക്കണം. ക്ലാസുകളും കളരികളും ആശാന്മാർ നിയന്ത്രിക്കുന്ന രീതി വരണം. ഓഫീസിലെ 10-20 ജീവനക്കാരെ നിയന്ത്രിക്കാൻ VC, രജിസ്ട്രാർ തുടങ്ങി 1 ഡസനോളം തസ്തികകൾ സത്യത്തിൽ അനാവശ്യമാണ്. കാലിക്കറ്റിലോ കേരള യൂണിവേഴ്സിറ്റിയിലോ പോലെ 3000-ലേറെ ഉദ്യോഗസ്ഥരുമുള്ള ഇടങ്ങളിലെ VC, രജിസ്ട്രാർ എന്നിവർ വാങ്ങുന്ന അതേ ശമ്പളമാണ് താരതമ്യേന ചെറിയ സ്ഥാപനമായ കലാമണ്ഡലത്തിലും വാങ്ങുന്നത്. ഇതുകൂടാതെയാണ് ചാൻസലറുടെ ശമ്പളമായ 3 ലക്ഷം രൂപയും അവരുടെ മറ്റു ചിലവുകളും. ONB ചെയർമാനായിരിക്കെ കലാമണ്ഡലം നടത്തിക്കൊണ്ടുപോകാൻ UGC ഫണ്ടിംഗ് അടക്കം സ്വന്തമായി വരുമാനമുണ്ടാക്കൽ ലക്ഷ്യം വെച്ചിരുന്നു. 18 കൊല്ലമായി ഒന്നും സംഭവിച്ചിട്ടില്ല. 10 പൈസ പുറം വരുമാനമില്ല. വിദേശത്തും ഉത്തരേന്ത്യയിലും ധാരാളം പരിപാടികൾ തന്റെ മേൽവിലാസത്തിൽ ലഭിക്കുമെന്ന് ധരിപ്പിച്ചാണ് ചാൻസലർ മല്ലിക സാരാഭായി ലക്ഷങ്ങൾ പ്രതിഫലം ആവശ്യപ്പെട്ടത്. ഗവർണറോടുള്ള ഈഗോ തീർക്കാനാണ് മല്ലികയെ സർക്കാർ കലാമണ്ഡലത്തിന്റെ ചാൻസലർ ആക്കിയത്. എന്നാൽ ഇപ്പോഴത് ഒരു ബാധ്യതയായി മാറി എന്ന് പറയാതെ വയ്യ. ഗവർണർ ചാൻസലർ ആയിരുന്ന കാലത്ത് 1 രൂപ പോലും കലാമണ്ഡലം നൽകേണ്ടിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രതിവർഷം 36 ലക്ഷം രൂപയാണ് മല്ലികയ്ക്ക് ശമ്പളമായി നൽകുന്നത്. ഇതിനും പുറമെ അവരുടെ യാത്ര, താമസ ചെലവുകളും നൽകണം. വാശിക്ക് നിയമിച്ച മല്ലികയെ തള്ളാനും കൊള്ളാനും വയ്യാതെ ശ്വാസം മുട്ടുകയാണ് കലാമണ്ഡലം. 12 കോടി രൂപയാണ് കലാമണ്ഡലത്തിന് ഒരു വർഷം ശമ്പളത്തിന് മാത്രം വേണ്ടി വരുന്നത്. വരുമാനമാകട്ടെ പരമാവധി 3/4 കോടി രൂപ മാത്രമാണ് ലഭിക്കുന്നത്. കലാമണ്ഡലത്തിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതില്ല എന്ന വാദമല്ല ഇവിടെ ഉന്നയിക്കുന്നത്. കേരളീയ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമായി വർത്തിക്കുന്ന ഒരു മഹനീയ പ്രസ്ഥാനത്തെ ഭാഗ്യനിർഭാഗ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുക എന്നാൽ അത് ഭരണകൂടത്തിന്റെ സാംസ്കാരിക നിരുത്തരവാദിത്വമാണ്. പരമ്പരാഗത കലകൾ പഠിപ്പിക്കുന്ന സ്ഥാപനമെന്ന നിലയിൽ വരുമാന വർധനയ്ക്കുള്ള സാധ്യത കലാമണ്ഡലത്തിൽ വളരെ പരിമിതമാണ്. സ്റ്റേപ്പൻഡ് നൽകിയാണ് നിലവിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലും. വിനോദസഞ്ചാരികളെ ആകർഷിച്ചും കലകളുടെ വിപണന സാധ്യത ഉപയോഗിച്ചുമുള്ള വരുമാന വർധനയ്ക്ക് വഴി തേടാമെങ്കിലും സ്ഥാപനത്തിന്റെ പ്രവർത്തനം മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അത് തികയുമോ എന്ന് ഉറപ്പു പറയാനാവില്ല. ഉത്കൃഷ്ട ലക്ഷ്യത്തോടെ സ്ഥാപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തൊരു സ്ഥാപനത്തെ വഴിയിൽ ഉപേക്ഷിക്കുന്നത് ഉചിതമാണോ എന്ന് ചിന്തിക്കേണ്ടത് സർക്കാരാണ്. പണത്തിന്റെ പരിഗണനകളാൽ മാത്രം അളക്കപ്പെടേണ്ടതല്ല അത്തരമൊരു സ്ഥാപനത്തിന്റെ പ്രസക്തി.
കലാമണ്ഡലം സ്ഥാപിച്ച കാലത്ത് നടത്തിപ്പിന് പണം കണ്ടെത്താൻ മഹാകവി വള്ളത്തോൾ ഏറെ പ്രയാസപ്പെട്ടിരുന്നു. നിലമ്പൂർ മാനവേദരാജയും കൊച്ചി ദിവാനായിരുന്ന ഷൺമുഖം ചെട്ടിയും കൈത്താങ്ങു നൽകിയിട്ടും ബുദ്ധിമുട്ട് നീങ്ങിയില്ല. വള്ളത്തോളും സന്തത സഹചാരി മണക്കുളം മുകുന്ദരാജയും ധനസമാഹരണത്തിനായി രാജ്യം മുഴുവൻ സഞ്ചരിച്ചു. സത്രങ്ങളിൽ അന്തിയുറങ്ങിയും നാട്ടുരാജാക്കന്മാരുടെ സഹായം തേടിയും വടക്കേ ഇന്ത്യയിൽ ഇരുവരും നടത്തിയ യാത്രകൾ കലാമണ്ഡലത്തിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയായിരുന്നു. നിലനിൽപ്പിനായി ആരംഭകാലത്ത് നടത്തിയ പോരാട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രതിസന്ധിയാണ് ഇപ്പോൾ വീണ്ടും കലാമണ്ഡലത്തെ തുറച്ചു നോക്കുന്നത്. അഴിമതിയിലൂടെയും സ്വജനപക്ഷപാതത്തിലൂടെയും ധൂർത്തിലൂടെയും മാത്രം ഭരണം കൈയാളുന്ന ഭരണകൂടത്തിനും ഭരണഘടന വെറും കുന്തവും കുടച്ചക്രവും മാത്രമാണ് എന്ന് കരുതുന്ന സാംസ്കാരിക മന്ത്രിക്കും ഈ മഹാസ്ഥാപനത്തിന്റെ വലിപ്പം ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവില്ല. കലാകേരളത്തിന്റെ അടയാളമായ ഈ മഹനീയ കേന്ദ്രത്തിന്റെ നിലവിലെ അവസ്ഥ തികച്ചും പരിതാപകരമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി താഴെ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വിശ്വവികാസ് വിഷൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ജയ് ഹിന്ദ്.